So hi all, it's me Muhammad Najib Nasser again. അപ്പോൾ മലയാളത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ വരുന്ന മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന് കുറച്ചൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതിൻ്റെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുന്നേ പഠിച്ച എപ്പിസോഡ്സിലെല്ലാം കൂടുതലും തിയററ്റിക്കലായിരുന്നു കാര്യങ്ങൾ. എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ വളരെ ലളിതമായിട്ട് അതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അത്രയൊക്കെ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ തന്നെ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ എളുപ്പമാവാം. അപ്പോൾ ഞാനിപ്പം ഇതെന്താണ് ഒരു സ്പെഷ്യൽ എപ്പിസോഡ് എന്ന് പറയാനുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡിലാണ് നമ്മൾ ആദ്യമായിട്ട് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എത്ര സിമ്പിളാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ആദ്യത്തെ സ്റ്റെപ്പ് ഇന്നത്തെ ഈ എപ്പിസോഡാണ്. വിച്ച് മീൻസ് നമുക്ക് എങ്ങനെ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങാം, എത്ര സമയം കൊണ്ട് വാങ്ങാം, ഒരൊറ്റ ക്ലിക്കിൽ നമ്മളൊരു കമ്പനിയുടെ ഷെയറൊക്കെ വാങ്ങിക്കുക, വിൽക്കുക, അതൊക്കെ നിങ്ങളിന്ന് മനസ്സിലാക്കാൻ പോവുക. അത് വേറൊന്നും കൊണ്ടല്ല, എന്നാൽ ഇത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മൊബൈൽ വ്യൂവിലായിരിക്കും. കാര്യം നിങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാരും ട്രേഡ് ചെയ്യുന്നതായാലും അല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതായാലും എല്ലാം നമുക്കൊരു മൊബൈൽ ഫോൺ മതിയെന്ന് അതൊക്കെ ചെയ്യാൻ. അതുകൊണ്ട് ആ ഒരു വ്യൂവിലായിരിക്കും ഞാനിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പം നിങ്ങളൊരു ലാപ്ടോപ്പിലോ അല്ല പി സിയിലോ ആണെങ്കിലും ഈ സെയിം ഫോർമാറ്റ് തന്നെയാണ്. ഇൻ്റർഫേസ് കുറച്ച് വലിപ്പത്തിൽ ഇങ്ങനെ വരുന്നേ ഉള്ളൂ, അല്ല വേറെ ഡിഫറൻസ് ഒന്നുമില്ല. സോ ആ കാര്യങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മൾ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങാം അത് നമുക്കൊന്ന് മനസ്സിലാക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. സോ അപ്സ്റ്റോക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിൽ എങ്ങനെ നമുക്കൊരു ഓർഡർ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ബ്രോക്കറിൻ്റെ ആ ഒരു ഓവറോൾ പ്ലാറ്റ്ഫോം നമുക്കൊന്നൊരു ടൂർ പോലെ നമുക്ക് നടത്താം. എന്തൊക്കെയാണ് അതിനകത്തുള്ള ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഫങ്ഷൻസ് അതിനകത്തുണ്ട്, ഏതൊക്കെ ഓർഡേഴ്സ് അതിനകത്തുണ്ട്. അപ്പം ഓർഡേഴ്സിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ പറയും. കാര്യം അത് ഒരു വീഡിയോയിൽ എല്ലാം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല. ഇന്നിപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ബേസിക് കാര്യങ്ങൾ, അതിൻ്റെ ഇൻ്റർഫേസിൽ കാണുന്ന വളരെ ബേസിക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങുന്നത് അത് നമ്മൾ ഈസി ആയിട്ടൊന്ന് മനസ്സിലാക്കും. അതുപോലെ വേറൊരു കാര്യം, നമ്മുടെ വീഡിയോസ് ഇപ്പോഴും കണ്ടു തുടങ്ങാത്ത ഒരുപാട് ആൾക്കാർ കാണും. ഇവരെല്ലാവരും കൂടുതലും ഇങ്ങോട്ട് വരാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് എപ്പോഴും പറയുന്ന പോലെ സ്റ്റോക്ക് മാർക്കറ്റ് എന്തോ വലിയൊരു സംഭവമാണ്, അല്ലെങ്കിൽ PhD എടുത്താൽ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണെന്നുള്ളൊരു വിചാരം എല്ലാവർക്കും ഉണ്ട്. അത് മാറ്റാൻ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്നെ ഹെൽപ്പ് ചെയ്യുക. കാര്യം വേറൊന്നുമല്ല, ഇതിന് മുന്നേ ഇത് കണ്ടിട്ടില്ലാത്ത ആൾക്കാരായാലും ഈ ഒരു എപ്പിസോഡെങ്കിലും നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ പറയുക, ഇത്രയേ ഉള്ളൂ, ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങാമെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതിൻ്റെ വില കൂടുമ്പോൾ നമ്മൾ വിൽക്കുന്നു, അതിന് വലിയ റോക്കറ്റ് സയൻസോ കാര്യങ്ങളോ PhD ഒന്നും എടുക്കണ്ട. അത് നിങ്ങൾ ഏത് വീഡിയോ ഷെയർ ചെയ്തിട്ടില്ല, നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ ചുറ്റുമുള്ള ഫ്രണ്ട്സിനായാലും റിലേറ്റീവ്സിനായാലും നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനായാലും ഈവൻ നിങ്ങളുടെ ചിൽഡ്രൻസിനായാലും അല്ലെങ്കിൽ സ്റ്റുഡൻസിനായാലും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യങ്ങൾ ഇത്ര ലളിതമാണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. അവർക്ക് പേടിച്ച് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒരു കൈപിടിച്ച് കയറ്റുക, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി നിങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. സോ അപ്പോൾ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യാനൊന്നുമില്ല, ലെറ്റ്സ് ജംപ് ഇൻ ടു ദ ടോപ്പിക്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വേണ്ടുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ആപ്പ് സ്റ്റോറിലാണെങ്കിൽ അവിടെ ചെക്ക് ചെയ്യുക, ആൻഡ്രോയിഡിൻ്റെ പ്ലേ സ്റ്റോറിലാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ വന്ന് ചെക്ക് ചെയ്യുക. അപ്സ്റ്റോക്സ് എന്ന് നിങ്ങൾ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾഡ് ആണ്, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഓപ്പൺ എന്ന് ഓൾറെഡി കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ അപ്സ്റ്റോക്സ് എന്ന് അടിച്ചതിന് ശേഷം പ്ലേ സ്റ്റോറിൽ പോയി നമ്മൾ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം എന്താണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ലോഗോ എന്ന് പറയുന്നത്. നമ്മളത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ അടുത്ത് യൂസർ ഐ ഡിയും പാസ്വേഡും ചോദിക്കും. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ മെയിലിലും ഫോൺ നമ്പറിൽ വന്ന യൂസർ ഐ ഡിയും പാസ്വേഡും അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇയർ ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക. അത് നിങ്ങൾക്ക് ഓരോരുത്തരും ചെയ്യുമ്പോൾ നിങ്ങളത് ഇങ്ങനൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും ഫസ്റ്റ് വരുന്നത്. ഞാനിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്യുന്നതായതുകൊണ്ടാണ് എൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെ എല്ലാം ഓൾറെഡി ആഡായി കിടക്കുന്നത്. അതിലിപ്പം മുകളിൽ തന്നെ നമ്മളൊരു പ്രൊഫൈൽ ബട്ടൺ കാണാം. അതിനുശേഷം ഇൻഡിസസ്, അത് പല വാച്ച് ലിസ്റ്റാണ്. അതിനുശേഷം സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, അതിനിപ്പുറത്തൊരു പ്ലസ് ബട്ടൺ, അതാണ് വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് പല വാച്ച് ലിസ്റ്റുകൾ ആഡ് ചെയ്യാൻ പറ്റും. സാധാ പാട്ട് പ്ലേലിസ്റ്റ് ആഡ് ചെയ്യുന്നത് പോലെ ആ പ്ലസ് ബട്ടണിൽ ഞെക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടോ, ഞാൻ ആ ഇൻഡിസസ് എന്ന് പറയുന്ന ഓരോരോ ഞാൻ സേവ് ചെയ്തിട്ടേക്കുന്ന എൻ്റെ ഓരോ വാച്ച് ലിസ്റ്റുകളാണ്. വേട്ടമൃഗങ്ങൾ, ഓട്ടോ, ബാങ്ക്സ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഫിനാൻഷ്യൽ സർവീസ്, IT. അതിൽ ഞാൻ വേട്ടമൃഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഈ കാണുന്ന സ്റ്റോക്സിലാണ് ഏറ്റവും കൂടുതൽ ഇൻട്രാഡേ ചെയ്യാറും സ്വിങ് ചെയ്യാറും അങ്ങനെയൊക്കെയുള്ള പതിവെന്ന് പറയുന്നത്. അതിലൊന്നാമത് കാണുന്ന നാഷണൽ അലൂമിനിയം തന്നെ നമുക്കിപ്പോൾ എടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓവർവ്യൂ ചാർട്ട്, അതിനകത്ത് ഓവർവ്യൂവിൽ നോക്കി ഓപ്പൺ, ഹൈ, ലോ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം നമുക്കറിയാൻ പറ്റും. അപ്പർ സർക്യൂട്ട് എത്ര, ഇന്നത്തെ അതിൻ്റെ ലോവർ സർക്യൂട്ട് എത്രയാണ്, അതെല്ലാ ഡീറ്റെയിൽസും നമുക്കിന്ന് അറിയാൻ പറ്റും. താഴെ ബിഡ് എത്രയാണ്, ആസ്ക് എത്രയാണ്. അതിനുശേഷം ചാർട്ടിലോട്ട് വരുമ്പോൾ ഇതാണ് ക്യാൻഡിൽ സ്റ്റിക്സ് എന്ന് പറയുന്നത്. ഈ ക്യാൻഡിൽ സ്റ്റിക്ക് ഉപയോഗിച്ചായിരിക്കും നമ്മൾ കൂടുതലും ചാർട്ട് യൂസ് ചെയ്യാറ് പതിവ്. ഈ ഇങ്ങറ്റത്തെ നമ്മുടെ പ്രൈസിൻ്റെ ഫിഗർ കാണുന്നിടത്ത് സ്ക്രോൾ ചെയ്ത് കൊടുക്കുമ്പോൾ അത് നമുക്ക് വലുതാക്കുകയും ചെറുതാക്കുകയും എല്ലാം ചെയ്യാം.
ഞാനിപ്പോൾ അങ്ങനെ അതൊന്ന് ചെറുതാക്കിയാണ്. അതിനുശേഷം നമുക്കിപ്പോൾ ടൈം ഫ്രെയിമിലോട്ട് വരുവാണെങ്കിൽ ഇത് മുകളിൽ 5 മിനിറ്റ് എന്ന് കാണുന്നുണ്ടോ നിങ്ങൾ? ഞാൻ ജസ്റ്റ് ഇപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കണ്ടോ പല പല ടൈമിൽ നമുക്ക് ഈ ചാർട്ട് ആക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഞാൻ 1 മിനിറ്റ് ആക്കുവാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന 1 മിനിറ്റിനെ ആയിരിക്കും. ഇപ്പോൾ ഞാൻ 1 ഡേ ആക്കി. അപ്പോൾ ഈ 1 ഡേ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻഡിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ദിവസത്തിനെയാണ്. ഞാൻ വീണ്ടും അത് പഴയ പോലെ 5 മിനിറ്റ് തന്നെ ആക്കുകയാണ്. അതായത് ഇപ്പോൾ ഒരു ക്യാൻഡിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 5 മിനിറ്റിനെയാണ്. ഇപ്പോൾ മാർക്കറ്റ് കറൻ്റ്ലി റണ്ണിങ് ആണ്. നമുക്ക് എങ്ങനെയാണെന്നൊരു ബൈ ചെയ്യുന്നത് നമുക്ക് പിന്നെ നോക്കാം. ഇതാണ് ഈ ചാർട്ട് ഏരിയയിൽ വരുന്ന മെയിൻ കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് ക്യാൻഡിൽ സ്റ്റിക്ക് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ നമ്മളിനി പിന്നെ ചെയ്യും. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വെച്ച് ഇത് പല പല എഫക്ട്സ് ഇങ്ങറ്റം കാണുന്ന സെക്കൻഡ് ലാസ്റ്റ് പല പല സ്ട്രാറ്റജീസ് എഫക്ട്സ് ഇങ്ങനെ കുറേ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഈ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഐ മീൻ ഷെയർ പ്രൈസ് എങ്ങനെ ആവും, എവിടെ തട്ടിയിട്ട് റിജക്റ്റ് ചെയ്യും, അങ്ങനെ പല പല കാര്യങ്ങൾ മനസ്സിലാക്കാം. അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. പിന്നെ ഈ ക്യാൻഡിൽ സ്റ്റിക്ക് തന്നെ എന്തുകൊണ്ട് ക്യാൻഡിൽ സ്റ്റിക്ക് ഇതാ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പാറ്റേൺ ആക്കും. ഇപ്പോൾ ലൈൻ ഗ്രാഫ് ആക്കുവാണെങ്കിൽ നോക്കേ, നമുക്കിപ്പോൾ ഈ 5 മിനിറ്റിനിടയിൽ ഏതാണ് എത്രത്തോളം ഇത് ഹൈ പോയെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. എപ്പോഴാണ് ഇത് ഓപ്പൺ ആയെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇനി അടുത്ത വേറെ ഏതെങ്കിലും ഒരു ഗ്രാഫ് എടുത്ത് നോക്കാം നമുക്ക്. ഇപ്പോൾ ഈ പ്രൈസ് ആണ്. ഇനി അടുത്തൊരു വേറെ ഏതെങ്കിലും ചാർട്ട് പാറ്റേൺ നോക്കാം നമുക്ക്. അപ്പോഴും നോക്കേ, നമുക്കൊന്നും അറിയാൻ പറ്റില്ല ഇതിൻ്റെ പ്രൈസ് ഈ 5 മിനിറ്റിന് എവിടെയാണ് തുടങ്ങിയത് അല്ലെങ്കിൽ എപ്പോഴാണ് അവസാനിച്ചത്. നേരെ മറിച്ച് നമ്മളൊരു ക്യാൻഡിൽ സ്റ്റിക്ക് ആണെങ്കിൽ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൽ തന്നെ ഓപ്പൺ ഉണ്ട്, ഹൈ ഉണ്ട്, ലോ ഉണ്ട്, ക്ലോസ് ഉണ്ട്. ആ ജാപ്പനീസ് ടെക്നിക്കാണ്. അതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പഠിക്കാം. ഇപ്പം നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്കിലായിരിക്കും മുന്നോട്ടെന്ന് പറയും. എല്ലാവരും 99% ആൾക്കാരും ട്രേഡ് ചെയ്യുന്നത് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിൽ തന്നെയാണ്. സോ ഇത് നമുക്ക് സേവ്ഡ് വ്യൂ, അതായത് നമ്മൾ ചില പാറ്റേൺസ് ഒക്കെ നമുക്കെടുത്ത് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ ഇതിനകത്ത് സേവ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ അടുത്ത സെക്ഷനിൽ പോകുന്നതാണ് ന്യൂസ് എന്ന് പറയുന്നത്. ന്യൂസിൽ മാർക്കറ്റ് ഇപ്പോൾ കറൻ്റ് റണ്ണിങ് ആയിട്ടുള്ളത് പിന്നെ എന്തെങ്കിലും വേറെ തരത്തിലുള്ള മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസോ പല പല സെക്ടറിൽ എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ ഓരോ കമ്പനീസിന് സെപ്പറേറ്റ് എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ, വേറെ ഏതെങ്കിലും ഡീറ്റെയിൽസ് അങ്ങനെ മാർക്കറ്റ് റണ്ണിങ് ആയിട്ടുള്ള ടൈമിലായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ന്യൂസ് എടുക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അതിനുശേഷം ഓപ്ഷൻ ചെയിൻ, ഇത് ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ വരുമ്പോഴാണ് നമ്മളിപ്പോൾ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട. നിങ്ങളിത് ആലോചിക്കുക വേണ്ട, നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുക വേണ്ട. ഇക്വിറ്റീസ് കഴിഞ്ഞിട്ട് നമുക്ക് ഡെറിവേറ്റീവ്സിലോട്ട് പോകുമ്പോൾ അത് നോക്കാം. അതിനുശേഷം ഓർഡേഴ്സ്, ഇവിടെ ഓപ്പൺ ഓർഡേഴ്സ് കറൻ്റ് ഏതെങ്കിലും ഓർഡർ ഓപ്പൺ ആണെങ്കിൽ അത് ഇവിടെ കാണിക്കും. ക്ലോസ്ഡ് ആണെങ്കിൽ നമ്മുടെ ഇപ്പുറത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ക്ലോസ്ഡ് ഓർഡേഴ്സ് ഏതെങ്കിലും ആണെങ്കിൽ ആ ഒരു സെക്ഷനിൽ കാണിക്കും. ഈ ഓർഡേഴ്സ് നമുക്ക് ഇതിലും സിമ്പിളായിട്ട് കാണാൻ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത പോർട്ട്ഫോളിയോ, അതായത് പൊസിഷൻസും ഹോൾഡിങ്സും. പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മളിപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ, ഹോൾഡിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെലിവറി എടുത്തേക്കുന്ന സാധനങ്ങൾ. ഞാനിപ്പോൾ ഓൾറെഡി നാഷണൽ അലൂമിനിയം എന്ന് പറയുന്നൊരു സ്റ്റോക്കിനകത്ത് ഡെലിവറി എടുത്തിട്ടേക്കാം. ഞാനത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞു ഇങ്ങ് ബാക്ക് വരാം. നമുക്ക് ബാക്ക് വന്നതിന് ശേഷം ഇതിൻ്റെ ബാക്കിയുള്ള പരിപാടീസ് ഒന്ന് നോക്കാം. ആ പ്രൊഫൈൽ ബട്ടണിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. പ്രൊഫൈൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം എന്താ റിസൾട്ട്സ് ആൻഡ് കോർപ്പറേറ്റ് ആക്ടിവിറ്റീസ് അത് വിടുക. അത് വലിയ കാര്യമുള്ള കാര്യമില്ല. അടുത്ത അനൗൺസ്മെൻറ്റ് എന്ന് പറയുന്ന രണ്ടാമത് കിടക്കുന്ന ഓപ്ഷൻ, അത് നമ്മൾ മിക്കപ്പോഴും രാവിലെ എണീക്കുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാര്യം അനൗൺസ്മെൻറ്റ് നിൽക്കുമ്പോൾ തന്നെ ആ ഒരു അനൗൺസ്മെൻറ്റ്സ് ആ ഒരു പേജിലോട്ട് ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ തന്നെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. എന്തെങ്കിലും അപ്സ്റ്റോക്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ വിഷയങ്ങളുണ്ടോ, അല്ലെങ്കിൽ കറൻ്റ്ലി എന്തെങ്കിലും മെയിൻ്റനൻസ് നടക്കുന്നുണ്ടോ. അതാ ഇപ്പോൾ തന്നെ കണ്ടോ, ഷെഡ്യൂൾഡ് ആപ്പ് മെയിൻ്റനൻസ് ഓൺ 23rd. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞ കാര്യമാണ്, നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയാണ്. അതുപോലെ തേഴ്സ്ഡേ വന്ന ന്യൂസാണ്, ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ഓൺ ഫിസിക്കൽ സെറ്റിൽമെൻറ്റ് ഓഫ് കോൺട്രാക്ട്. അതായത് അന്നേ ദിവസം ഫിസിക്കൽ സെറ്റിൽമെൻറ്റ് ചെറിയൊരു വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് മാർക്കറ്റ് എന്തെങ്കിലും ഹോളിഡേ ആണെങ്കിലോ മാർക്കറ്റ് ക്ലോസ് ആണെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും ഈ ഒരു അനൗൺസ്മെൻറ്റ് പേജിലോട്ട് വരുമ്പോൾ. അതിനുശേഷം നമുക്ക് ഓപ്ഷൻസ് അതിൽ തന്നെ വന്നതിന് ശേഷം ഇനി ഏത് നോക്കാം, നമുക്ക് ആ ഒരു പ്രൈസ് അലേർട്ട്സ് എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. അതായത് പ്രൈസ് അലേർട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു കമ്പനിയുടെയോ ഏതെങ്കിലും ഒരു പ്രൈസിൻ്റെ ഇത്ര ഷെയർ പ്രൈസ് ഇത്ര ഇതിന് മുകളിലോട്ട് പോകുവാണെങ്കിൽ നമ്മൾക്കൊരു അലേർട്ട് കണക്ക് ഇങ്ങനെ വരാനൊക്കെ നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇഷ്ടമുള്ള ഒരു കമ്പനിയുടെ പേര് അടിച്ചു. ഇപ്പോൾ റിലയൻസ് എന്ന് പറയുന്നൊരു കമ്പനിയുടെ പേര് ഞാൻ അടിച്ചു. അതിനുശേഷം ആ സെറ്റ് എന്ന് പറയുന്ന അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടോ, ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു, അല്ലെങ്കിൽ ഇത്ര ഇതിന് മുകളിൽ വരുമ്പോൾ ഇത്ര ഇതിന് താഴെ വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു അലേർട്ട് കണക്ക് നമുക്ക് സെറ്റ്, ഇപ്പോൾ 210 മുകളിൽ വരുമ്പോൾ എനിക്ക് അലേർട്ട് തരിക, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് അലേർട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ബാക്ക് വരിക, അതത്രേ ഉള്ളൂ. അല്ലാതെ വേറെ സ്പെസിഫിക് ആയിട്ട് അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനില്ല. അതിനുശേഷം നമുക്കിപ്പോൾ കണ്ണിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് തീമാക്കാൻ പറ്റും. അപ്പോൾ കണ്ണിൽ വലിയ ഇഷ്യൂസ് വരത്തില്ല. ഫോൺ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ഡാർക്ക് തീമാകുമ്പോൾ നമുക്ക് വലിയ ഇഷ്യൂസ് കണ്ണിൽ ബാധിക്കില്ല. അങ്ങനെ നിങ്ങൾക്ക് ആക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓണാക്കി കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഓഫാക്കിയാണത്. ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഓണാക്കിയെന്നേ ഉള്ളൂ. അതിനുശേഷം നമുക്കിപ്പോൾ ഏതിൽ നോക്കാം, അതിൽ തന്നെ സെറ്റിങ്സിൽ നോക്കിയാലും വലിയ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും നമുക്ക് സെറ്റിങ്സിൽ ജസ്റ്റ് ഒന്ന് പോകാം. നിങ്ങൾക്ക് പാസ്വേഡ് ആദ്യത്തെ അടിച്ചു കയറുന്ന പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാം.
അതുപോലെ തന്നെ പിന്നെ നമ്മൾ മുന്നോട്ട് പോയാലും വലിയ വലിയ കാര്യങ്ങളൊന്നും ഇതിനകത്ത് നമുക്ക് ചെക്ക് ചെയ്യാനൊന്നുമില്ല. പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഈ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു പുറമേ ഉള്ളൊരു സംഭവത്തിൽ നോക്കുക. ഇനി നമുക്ക് താഴോട്ട് വരുവാണെങ്കിൽ വാച്ച് ലിസ്റ്റിൻ്റെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ മനസ്സിലാക്കിയത്. പല പല വാച്ച് ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. അടുത്ത ഓർഡേഴ്സ്, ഇവിടെ ഓൾ, ഓപ്പൺ, ക്ലോസ്ഡ് 3 എണ്ണം ഉണ്ട്. ഓൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പൺ ഓർഡേഴ്സും ക്ലോസ് ഓർഡേഴ്സും എല്ലാം ഒരുമിച്ച് കാണിക്കും. ഓപ്പൺ ഓർഡേഴ്സ് എന്ന് പറയുവാണെങ്കിൽ കറൻറ്റ്ലി നമ്മൾ ഏതെങ്കിലും ഒരു ഓർഡർ ഓപ്പൺ ആക്കി ഇട്ടേക്കാണ്, ഇതുവരെ അത് പ്ലേസ് ആയിട്ടില്ല, ഓർഡർ കംപ്ലീറ്റ് ആയിട്ടില്ല. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി കംപ്ലീറ്റ് ആയ ഓർഡേഴ്സ് എന്താണെന്നൊക്കെ ഓർഡർ ഡീറ്റെയിൽസ് ഫുള്ള് നമുക്കൊരു സ്പെസിഫിക് വീഡിയോയിൽ പഠിക്കാം. ഇതിപ്പോൾ 3 ടാബ് ഉണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം പോർട്ട്ഫോളിയോ, ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓൾറെഡി നാഷണൽ ലെവലിൽ ജസ്റ്റ് ഒരു സ്റ്റോക്ക് ഞാനിങ്ങനെ ഡെലിവറി എടുത്തിട്ടേക്കാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എടുത്തിട്ടതാണ്. എനിക്കിപ്പോൾ ഇത് സെല് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തങ്ങ് സെല് ചെയ്താൽ മതി. നിങ്ങളിപ്പോൾ മനസ്സിലാക്കുക, ഹോൾഡിങ്സിലായിരിക്കും നമ്മൾ ഓൾറെഡി ഡെലിവറി എടുത്തിട്ടേക്കുന്ന സ്റ്റോക്ക്. ഓക്കെ, അടുത്ത സെക്ഷൻ നമുക്ക് ഫണ്ട്സിലോട്ട് വരാം. ഫണ്ട്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും കാണാൻ പറ്റുന്നത്, അവൈലബിൾ ടു ട്രേഡ്. നമുക്ക് ഇനി എത്ര രൂപ ട്രേഡ് ചെയ്യാനുണ്ടെന്ന് കാണിക്കുക. ഇതിൽ എങ്ങനെ ഫണ്ട് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്നും കാണിക്കില്ല. ആദ്യം നിങ്ങൾക്ക് ആഡ് ഫണ്ടെന്ന് മാത്രം കാണിക്കുക, അതിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഓൾറെഡി ബാങ്കൊക്കെ ആഡ് ചെയ്ത് വെച്ചേക്കാണ്. ഏതൊക്കെ ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് ഫണ്ട് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് GPay വഴി, അത് UPI വഴി ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നെറ്റ് ബാങ്ക് വഴിയാണെങ്കിൽ 7 per ട്രാൻസാക്ഷൻ ആണ് കേട്ടോ. നിങ്ങൾ ട്രാൻസാക്ഷൻ എത്ര എമൗണ്ട് ചെയ്താലും 7 രൂപ ട്രാൻസാക്ഷൻ ചാർജ് പോകും. UPIക്ക് ഒന്നും അങ്ങനെയില്ല. അടുത്തത് വിഡ്രോ ഫണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ കിടക്കുന്ന ഫണ്ട് വിഡ്രോ ആണെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതെ, ഇപ്പം എത്ര രൂപയാണോ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യേണ്ടുള്ളത് ആ ഒരു എമൗണ്ട് ഇതിനകത്ത് അടിച്ചു കൊടുക്കുക, അതിനുശേഷം പ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വിഡ്രോ ആയിക്കോളും. പിറ്റേ ദിവസം മോർണിംഗിലായിരിക്കും ആവുന്നത്. ഈ ഒരു സെക്ഷൻ, ഇൻവെസ്റ്റ്മെന്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ IPO ഡീറ്റെയിൽസ്, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് എന്തെങ്കിലും നടത്തണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, ഫർദർ കാര്യങ്ങൾ ഇവിടെ ചെക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ വായിച്ചത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിനകത്ത് മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം. അപ്പോൾ നമ്മുടെ മെയിൻ ടോപ്പിക് എന്താണ് ഇന്നത്തെ, എങ്ങനെ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കാം. അതിനിപ്പം ഞാനിപ്പോൾ എൻ്റെ വേട്ടമൃഗങ്ങൾ പ്ലേലിസ്റ്റിൽ വന്നിരിക്കുകയാണ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർ നമുക്ക് ജസ്റ്റ് വാങ്ങിക്കാം. എന്നാൽ ഒന്ന് ചൂസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കാം ഏത് വാങ്ങിക്കാം. ഏതെങ്കിലും ഒരു കമ്പനിയുടെ ജസ്റ്റ് ഒരു വില കുറഞ്ഞ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടോ നോക്കാം. ഇതെല്ലാം നല്ല കൂടിയതാണ്. നമുക്കൊരു 500 രൂപയുടെ ഏതെങ്കിലും ഒരു ഷെയർ ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ SBI ആകുമ്പോൾ 510 ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഈ SBI കമ്പനിയുടെ ഒരു ഷെയർ നമുക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അത് വലിയ ഭീകര സംഭവമാണോ, അല്ലെങ്കിൽ ഇതിനി പ്രത്യേകിച്ച് എന്തെങ്കിലും PhD നമ്മൾ എടുത്തിരിക്കണോ, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കണോ, ഒന്നും വേണ്ടെന്നേ. ഇനി മുമ്പോട്ട് പോകുമ്പോൾ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയായിരിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അതൊന്നും നമ്മളിപ്പോൾ മനസ്സിലാക്കണ്ട. ഇപ്പോൾ എങ്ങനെ നമുക്കൊരു കമ്പനിയുടെ ഷെയർ നമുക്ക് വാങ്ങിക്കാൻ എത്ര ലളിതമാണ് ഇപ്പോൾ കാര്യങ്ങളെന്ന് മാത്രമേ നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ ഈ കമ്പനിയുടെ ഷെയർ SBI എന്ന് പറയുന്നത്, അതായത് നമ്മുടെ SBI ബാങ്കില്ലേ, SBI ബാങ്കിൻ്റെ ഷെയറാണ് ഞാനിപ്പോൾ വാങ്ങിക്കാൻ പോകുന്നത്. അതിൻ്റെ ഷോർട്ട് ഫോം, അവരുടെ ഒരു സ്റ്റോക്ക് സിമ്പിളാണ് SBIN എന്ന് പറയുന്നത്, SBI ബാങ്കിൻ്റെ. ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഈ കമ്പനിയുടെ ഷെയർ ആണെങ്കിൽ ഞാൻ ബൈയിൽ കൊടുക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. പ്രോഡക്റ്റ് ഡെലിവറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ അങ്ങ് എടുത്ത് ഹോൾഡ് ചെയ്യുന്നു, അല്ല ഇന്ന് എടുത്തിട്ട് ഇന്ന് തന്നെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനകത്ത് എനിക്ക് എത്ര ഇൻട്രാഡേ ആണെങ്കിൽ അവിടെ ജസ്റ്റ് ഞാൻ ഇൻട്രാഡേയിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, അപ്പോൾ ഇപ്പം ഞാൻ ഡെലിവറി എടുക്കുകയാണ് സ്റ്റോക്ക്. ഇന്ന് തന്നെ എന്തായാലും അങ്ങ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ജസ്റ്റ് എന്തായാലും ഒന്ന് വാങ്ങിക്കാൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ക്വാണ്ടിറ്റി എനിക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഞാൻ ഒന്നേ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, ഒന്ന് കൊടുത്തു. അടുത്ത ഓർഡർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഉണ്ട്, മാർക്കറ്റ് ഉണ്ട്, സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഉണ്ട്, സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഉണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് ഇപ്പം ഞാൻ പറയുന്നില്ല, കാര്യം അത് മുന്നോട്ട് പോകുമ്പോൾ അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോ ഓർഡേഴ്സിൻ്റെയും യൂസ് എന്താണ്, നിങ്ങൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് അത് യൂസ് ചെയ്യേണ്ടുള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാം. ഇപ്പം നമുക്കൊരു മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണോ മാർക്കറ്റിൽ ആ കറണ്ട് ഷെയറിന്റെ പ്രൈസ്, ആ പ്രൈസിൽ തന്നെ നമ്മൾ ഓർഡർ അങ്ങ് പ്ലേസ് ചെയ്ത് ആ കമ്പനിയുടെ ഷെയർ നമ്മളിങ്ങ് വാങ്ങിക്കുകയാണ് ആ ഒരു പ്രൈസിൽ തന്നെ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ മാർക്കറ്റ് ഓർഡർ കൊടുക്കുന്നു, ലിമിറ്റ് അങ്ങ് മാറ്റി അതിനകത്ത് മാർക്കറ്റ് എന്ന് കൊടുക്കുന്നു. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇപ്പോഴത്തെ പ്രൈസിൽ ഞാൻ ഈ ഷെയർ വാങ്ങിക്കാൻ പോവുകയാണ്. വേറെ പ്രത്യേകിച്ച് ഓർഡർ ഒന്നോ കണ്ടീഷൻ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. ഇതാ റിവ്യൂ ഓർഡർ നമ്മൾ ക്ലിക്ക് ചെയ്യാം. മറ്റേ അപ്ലൈ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഇപ്പം സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ട റിവ്യൂ ഓർഡർ. അതാണ്ട് ഒരു ക്വാണ്ടിറ്റി, ഈ ഓർഡർ ടൈപ്പ് മാർക്കറ്റ് ആണ്, ഞാൻ ഡെലിവറി എടുക്കുകയാണ്. ഓക്കെ, ബൈ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. ഞാൻ ബൈ ക്ലിക്ക് ചെയ്യുന്ന ആ സെക്കൻഡിൽ ഓർഡർ കംപ്ലീറ്റ്, അതായത് ഞാൻ SBI ബാങ്കിന്റെ ഒരു ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കൽ എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെ നോക്കുക എത്ര സെക്കൻഡ് എടുത്ത്, ഞാനൊരു 2 സെക്കൻഡ് എടുത്ത് കാണോ. ഇതിപ്പോ പോർട്ട്ഫോളിയോയിൽ വന്നിട്ട് ഞാൻ നാഷണൽ ലെവലിന് ഹോൾഡിങ്സിൽ എന്തുകൊണ്ട് SBI കാണിക്കുന്നില്ല, നമ്മൾ ഡെലിവറി ആണല്ലോ എടുത്തത്, പൊസിഷനിലല്ലേ ഇപ്പൊ കാണിക്കുന്നത്. കാര്യം T+2 ഡേയ്സ്, നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് ഹോൾഡിങ്സിലോട്ട് മാറത്തുള്ളൂ. ആ സെറ്റിൽമെന്റ് ഒക്കെ ഇന്ന് വൈകിട്ട് കഴിഞ്ഞതിന് ശേഷം 2 ദിവസം കഴിയുമ്പോൾ ഇതും ഹോൾഡിങ്സിലോട്ട് പോകും. ഇത്രയേ ഉള്ള ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലാതെ ഇതിനകത്ത് ഒരു വലിയ സംഭവങ്ങളും ഇല്ല.
എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെയിൽ അയക്കാം, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അത് ഏത് സമയമോ കാലമോ അങ്ങനെയൊന്നുമില്ല. എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സംശയത്തിനനുസരിച്ച് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ആസ് സൂൺ ആസ് പോസിബിൾ എപ്പോൾ എനിക്ക് പെട്ടെന്ന് പറ്റുന്നു അപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നമ്മൾ ഈ മനസ്സിലാക്കിയ പോലെ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു ഓർഡർ പ്ലേസ് ചെയ്യാം. അതിൽ തന്നെ ഇനി ഏതൊക്കെ തരത്തിലുള്ള ഓർഡേഴ്സ് ഉണ്ട് അതിനകത്ത് നിങ്ങൾ കണ്ടില്ലായിരുന്നു, ലിമിറ്റ് ഓർഡർ, അങ്ങനെ കുറേ സ്റ്റോപ്പ് ലോസ് ഓർഡർ, സ്റ്റോപ്പ് മാർക്കറ്റ് ഓർഡർ, അങ്ങനെ കുറേ ഓർഡേഴ്സ് ഉണ്ട്. ഈ ഓർഡേഴ്സൊക്കെ എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്നുള്ളത് അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആക്കി നമ്മൾ ചെയ്യണം. കാര്യം അത് പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല. സോ അതിനെപ്പറ്റി ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. ഇന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻ്റർഫേസ് നിങ്ങൾ കണ്ടു, ചാർട്ട് കണ്ടു, അതിൻ്റെ ടൈം ഫ്രെയിം എങ്ങനെ മാറ്റാമെന്ന് നിങ്ങൾ മനസ്സിലാക്കി. വേറെ പല എത്രയോ തരത്തിലുള്ള സ്ട്രാറ്റജീസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ഞാനിപ്പോഴും പറയുന്നത് കണ്ട് പേടിക്കേണ്ട കേട്ടോ, നമ്മൾ അത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല. നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി മുന്നോട്ട് പോകാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. ഇത്ര ലളിതമാണ് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. അതിന്റെ റിട്ടേൺസിനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കുക. ഇത് ആദ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് മണി ഏൺ ചെയ്യുന്നതിന് ഇതുപോലെ ഇത്രയും എളുപ്പത്തിലുള്ള വേറൊരു പ്ലാറ്റ്ഫോം നമുക്ക് കാണില്ല. സോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ ഓഫ് യു.